നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ത്യാഗോജ്വലമായ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് തൻ്റെ 5 മക്കളെയും ഉന്നത നിലയിലെത്തിച്ച് അതിൽ 2 പെൺകുട്ടികളെ സൗത്ത് ഇന്ത്യൻ സിനിമയെ കീഴടക്കാൻ തക്കവണ്ണം ചരിത്രം സൃഷ്ടിച്ചവരാക്കി മാറ്റി. ആ സ്നേഹനിധിയായ അമ്മയെക്കുറിച്ച്, കല്ലറ സരസമ്മയെയും കുടുംബത്തെയും കുറിച്ചാവട്ടെ ഈ എപ്പിസോഡ്. ഞാൻ രാമു കാര്യേട്ട് സാറിന്റെ ദ്വീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള മെരിലാൻഡ് സ്റ്റുഡിയോയിൽ കുറച്ചുനാൾ തങ്ങുകയുണ്ടായി. ഒരിക്കൽ മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ഗേറ്റിൽ ഒരു യുവതിയെയും ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും സെക്യൂരിറ്റി തടഞ്ഞു വെച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഒരു ചെറു പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഞാൻ രാമു കാര്യേട്ട് സാറിനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഒരു പേപ്പറിന്റെ കഷ്ണം എന്നെ ഏൽപ്പിച്ചു. ആ പേപ്പർ കട്ടിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. അതിൽ ബാലജന സഖ്യത്തിലോ എന്തോ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. ആ കുട്ടിയാണ് കൂടെ നിൽക്കുന്നത്. ഇവളുടെ കാര്യമൊന്നും രാമു കാര്യേട്ട് സാറിന്റെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെയും കൂട്ടി രാമു കാര്യേട്ട് സാറിന്റെ അടുത്തേക്ക് പോയി സാറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാമു കാര്യേട്ട് സാറുമായിട്ട് അവരെന്തൊക്കെയോ സംസാരിച്ചു. സാർ അതെല്ലാം കേട്ടു. ആ പേപ്പർ കട്ടൊക്കെ സാറ് നോക്കുന്നത് ഞാൻ കണ്ടു. ആ യുവതിയായിരുന്നു കല്ലറ സരസമ്മ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 10 വയസ്സുള്ള കുട്ടിയായിരുന്നു അംബിക എന്ന നടി. അതിനുശേഷം കാര്യേട്ട് സാറ് ഈ ദ്വീപ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം അംബികയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഇത് ഇവിടെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അംബിക തമിഴ്നാട്ടിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാലത്ത് യാദൃച്ഛികമായി ഞാനും ചേച്ചിയും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് കാറിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ആ യാത്രാവേളയിൽ ചേച്ചി എന്നോട് ചോദിച്ചു, അഷ്റഫിന് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായി കണ്ടത്? മെരിലാൻഡ് സംഭവമാണ് ചേച്ചി സൂചിപ്പിച്ചത്. ഇത്രത്തോളം ഉന്നതിയിലെത്തിയിട്ടും വന്ന വഴി ചേച്ചി മറന്നിട്ടില്ല എന്നെനിക്ക് വ്യക്തമായി. പിന്നീട് ചേച്ചിയുമായും ചേച്ചിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ സിനിമാ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളുടെയൊക്കെ ഫാൻസായി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധകരായിരിക്കുമ്പോൾ ചേച്ചി കോൺഗ്രസ് നേതാവ് ശ്രീ കെ കരുണാകരന്റെ കടുത്ത ആരാധികയായിരുന്നു. ആ ആരാധന ചേച്ചിയെ മഹിളാ കോൺഗ്രസ് നേതാവാക്കി മാറ്റി. ഇനി അംബികയുടെ കാര്യത്തിലേക്ക് കടന്നാൽ MT വാസുദേവൻ നായർ രചിച്ച് യൂസഫ് അലി കച്ചേരി സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലെ കുഞ്ഞിമാളു എന്ന കഥാപാത്രം നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ആ കഥാപാത്രം അംബികയ്ക്ക് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു. പിന്നീട് അംബികയ്ക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളത്തിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായ ഒട്ടുമിക്ക ചിത്രങ്ങളിലും അംബികയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് മലയാളത്തിലെ ഒട്ടുമിക്ക നായകന്മാരുടെയും നായിക അംബികയായിരുന്നു. അംബിക പ്രേം നസീറിന്റെ നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന്റെ നായികയെയും അംബിക അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ തിളക്കമാർന്ന വിജയത്തെ തുടർന്ന് അന്യഭാഷാ ചിത്ര നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അംബികയെ അവരുടെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ മത്സരമായി. തെലുങ്കിലെ ചിരഞ്ജീവി, തമിഴിലെ രജനീകാന്ത്, കമൽഹാസൻ, ഭാഗ്യരാജ് എന്നീ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളുടെ കൂടെയൊക്കെ അവരുടെയൊക്കെ നായികയായി അംബിക മാറി. അംബിക അങ്ങനെ താരത്തിളക്കത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ ഭാരതി രാജ എന്ന സംവിധായകന്റെ ചിത്രത്തിൽ അംബികയുടെ അനുജത്തി ഉദയചന്ദ്രികയെ രാധ എന്ന പേര് നൽകി അദ്ദേഹത്തിന്റെ സിനിമയായ അലൈകൾ ഓയ്വതില്ലേ എന്ന സിനിമയിൽ നായികയാക്കുന്നു. പുതുമുഖ നായകനായ കാർത്തിക്കും പുതുമുഖ നായികയായ രാധയും അഭിനയിച്ച അലൈകൾ ഓയ്വതില്ലേ എന്ന ചിത്രം തമിഴ്നാട്ടിൽ വലിയ തിരയിളക്കം സൃഷ്ടിച്ചു. അതോടെ രാധ ഉയർച്ചയുടെ പടവുകൾ കയറി തെന്നിന്ത്യയിലെ താരറാണിയായി മാറുകയാണ് ഉണ്ടായത്. ഭാരതി രാജ രാധയെ അലൈകൾ ഓയ്വതില്ലേ എന്ന ചിത്രത്തിൽ ചെറിയ പയ്യനായിരുന്ന കാർത്തികിന്റെ നായിക ആക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ മുതൽ മര്യാദ എന്ന ചിത്രത്തിൽ വളരെ മുതിർന്ന നടനായ ശിവാജി ഗണേശന്റെ ജോഡിയായിട്ട് നായികയായിട്ട് രാധയെ അഭിനയിപ്പിച്ച് അതൊരു ചരിത്ര വിജയമാക്കി മാറ്റി. അങ്ങനെ ചേച്ചിയും അനുജത്തിയും തനിത്തനിയായി അഭിനയിച്ചും രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചും തമിഴ് സിനിമാ ലോകത്തെ അടക്കി വാണു. ഈ നടിമാരുടെ ഇളയ അനുജൻ സുരേഷ് എന്റെ ഒരു ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ പൂജാവേളയിൽ സരസമ്മ ചേച്ചി വിളക്ക് കൊളുത്തിയതും അതുപോലെ തന്നെ
സന്തോഷത്തോടെ എല്ലാവർക്കും മധുരം വിതരണം ചെയ്തതും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. രാധയും അംബികയുമൊക്കെ സഹോദരനെ കാണാൻ കൂടെ കൂടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് എത്താറുമുണ്ടായിരുന്നു. കൂടാതെ ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ മുഴുവൻ യൂണിറ്റുകാർക്കും ഭക്ഷണവും ഒരുക്കി തന്നിരുന്നു. സിനിമ ഷൂട്ടിംഗ് പാക്കപ്പ് ആയപ്പോൾ ഹോൾ യൂണിറ്റിന് രാധയുടെ ഉദയസമുദ്ര എന്ന ഹോട്ടലിൽ ഒരു ഡിന്നറും ഒരുക്കിയിരുന്നു. സരസമ്മ ചേച്ചി തന്റെ മക്കൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ദീർഘവീക്ഷണത്തോടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അവർ നിരവധി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. മദ്രാസിലെ ARS ഗാർഡൻ എന്ന പ്രശസ്ത സ്റ്റുഡിയോ അവരുടേതായിരുന്നു. അത് പിന്നീട് ഹോട്ടൽ സമുച്ചയമായി മാറ്റുകയുമുണ്ടായി. സരസമ്മ ചേച്ചിയുടെ ഭൂമി വാങ്ങലിനെ കുറിച്ച് മകൻ സുരേഷ് ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, അമ്മച്ചി ഏത് ഭൂമി ആര് കൊണ്ടു ചെന്നാലും അപ്പോൾ വാങ്ങിയിരിക്കും. അതാണ് അമ്മച്ചിയുടെ സ്വഭാവം. ഇക്കാക്കറിയാമോ, രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂർ കൊല്ലപ്പെടുമ്പോൾ അമ്മ പറഞ്ഞു, ഇനി ആ സ്ഥലം ഒരുപാട് ഡെവലപ്പ് ആവുമെന്നും ഇപ്പോഴാണെങ്കിൽ അവിടെ ചെറിയ വിലയ്ക്ക് സ്ഥലം കിട്ടും എന്ന് പറഞ്ഞ് അമ്മ അവിടെ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിടുകയുണ്ടായി. ചേച്ചിയുടെ ദീർഘവീക്ഷണം ശരിവെക്കുന്നതാണ് ഇന്നത്തെ അവിടുത്തെ സ്ഥിതി. അവിടെ ഭയങ്കരമായ ഡെവലപ്മെന്റ്സ് ഉണ്ടായി. ഭൂമിക്ക് തീ പിടിച്ച വിലയുമായി. വിവാഹ ജീവിതത്തിലേക്ക് കടന്ന രാധ സിനിമാ അഭിനയ രംഗത്ത് നിന്നും പിൻവാങ്ങി. എന്നാൽ രാധയുടെ 2 പെൺമക്കളും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. മൂത്ത മകൾ കാർത്തിക തമിഴ് നടൻ ജീവയോടൊപ്പം അഭിനയിച്ച കോ എന്ന സിനിമ, അവരുടെ ആദ്യ സിനിമ, അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ കൊച്ചുമകളുടെ അഭിനയ വിജയം കണ്ട് സന്തോഷിക്കുവാനും ആ അമ്മൂമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. എന്നാൽ ആ 2 കുട്ടികളും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഏതാണ്ട് പിൻവാങ്ങിയതുപോലെയാണ്. അംബിക ഇപ്പോഴും അഭിനയത്തിലും ചാനൽ പ്രോഗ്രാംസിലെല്ലാം വളരെ സജീവമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കുട്ടികളുടെ ഉയർച്ചയ്ക്കെല്ലാം കാരണം ഒരേ ഒരാൾ മാത്രമാണ്, ആ അമ്മ മാത്രമാണ്. താൻ സഞ്ചരിച്ച വഴികളിലെ കല്ലുകളെയും മുള്ളുകളെയും എല്ലാം പൂമത്തയാക്കി മാറ്റി ബുദ്ധിശക്തി കൊണ്ടും തന്റെ ഇടം കൊണ്ടും അസാമാന്യ കഴിവ് കൊണ്ടും ഒപ്പം താഴ്മയും വിനയവും കൊണ്ട് കല്ലറ സരസമ്മ എന്ന സ്ത്രീ കെട്ടിപ്പടുത്തതാണ് ഈ സാമ്രാജ്യം. ആ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ വരാം. അതുവരെ നന്ദി, നമസ്കാരം.